മറ്റു വാർത്തകളിലേക്ക്. ബംഗാളിലെ ഡാർജിലിംഗിൽ ട്രെയിൻ അപകടത്തിൽ വീഴ്ച ലോക്കോ പൈലറ്റിന് മേൽ പഴിചാരി റെയിൽവേ ബോർഡ്. ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചത് മൂലമുണ്ടായ മാനുഷിക പിഴവാണ് അപകട കാരണമെന്ന് റെയിൽവേ ബോർഡിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനങ്ങൾ തകരാറിലായിരുന്നുവെന്നും മരിച്ച ലോക്കോ പൈലറ്റിന് മേൽ കുറ്റം ചുമത്തി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയാൻ റെയിൽവേ ബോർഡ് ശ്രമിക്കുകയാണെന്നും ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയും ആരോപിച്ചു. ഡാർജിലിംഗ് ദുരന്തത്തിലെ റെയിൽവേ സുരക്ഷാ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന് മുൻപേ റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയറോമ സിൻഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയാണ് വിവാദമാകുന്നത്. അപകടത്തിൽ മരിച്ച ചരക്ക് തീവണ്ടിയിലെ ലോക്കോ പൈലറ്റിനുണ്ടായ മാനുഷിക പിഴവാണ് അപകട കാരണമെന്നായിരുന്നു പ്രസ്താവന. സിഗ്നൽ മറികടന്ന് ചരക്ക് തീവണ്ടി ഒരേ പാതയിലൂടെ പോയതാണ് അപകട കാരണമെന്നും അവർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ റെയിൽവേയുടെ പിഴവ് മരിച്ച ലോക്കോ പൈലറ്റിന് മേൽ കെട്ടിവെച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനുള്ള ശ്രമമാണിതെന്ന് ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ആരോപിച്ചു. അപകട സമയത്ത് മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നുവെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പാതയിലൂടെ കടന്നുപോകാൻ പേപ്പർ ലൈൻ ക്ലിയറൻസ് നൽകാറുണ്ട്. റാണിപത്ര സ്റ്റേഷനും ചാത്തർ ഹാട്ട് ജംഗ്ഷനും ഇടയിലുള്ള എല്ലാ ചുവന്ന സിഗ്നലുകളും മറികടക്കാൻ അനുവദിച്ചുകൊണ്ട് റാണിപത്രയിലെ സ്റ്റേഷൻ മാസ്റ്റർ ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റിന് TA 912 എന്ന രേഖാമൂലമുള്ള അധികാരം നൽകിയതായും ഇവർ ചൂണ്ടിക്കാട്ടി. സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ടിന് മുൻപേ റെയിൽവേ ബോർഡിന്റെ പ്രസ്താവന ബോധപൂർവമാണെന്നും ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ആരോപിച്ചു. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ 9 പേരുടെ നില ഗുരുതരമാണ്. ട്രെയിൻ അപകടമുണ്ടായ ബംഗാളിലെ ഹാൻസിഡെവ മേഖലയിൽ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.